മലയാളം ഡിസ്കിൽ ഷർത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സാർ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാം. ആ ഒബ്സർവർ ഈസ് ദി ഒബ്സർവ്ഡ്. എന്ത് ആക്ച്വലി സാറിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഒബ്സർവർ ഈസ് ദ ഒബ്സർവ്ഡ് അല്ലേ? ആ അതെ, അതിൽ തന്നെ ഉണ്ടല്ലോ ഒബ്സർവർ ഈസ് ദ ഒബ്സർവ്ഡ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് മൈൻഡിൻ്റെ ഭാഗത്താണ്. മൈൻഡിൻ്റെ ഭാഗത്തോടെ ചെറിയൊരു ഗ്ലിച്ച് വരും. മൈൻഡിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം മൈൻഡിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എപ്പോഴും ഡ്യുവാലിറ്റി വേണം. മനസ്സിലായി? ഇവിടെ ഡ്യുവാലിറ്റി തീർന്നതുകൊണ്ട് ഇതിന് എക്സ്പ്ലനേഷൻ മൈൻഡിന് കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായ? മൈൻഡ് അവിടെ വരുമ്പോൾ മൈൻഡ് ഒന്ന്, അതുകൊണ്ട് പല ആൾക്കാരും ഈ സയൻസിൻ്റെ ഭാഗത്ത് എവിഡൻസ് വെച്ചിട്ടിരുന്ന് തർക്കിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായ? കാരണം അവർക്ക് ഈ മൈൻഡിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് അവർക്ക് ഈ ഒരു ഭാഗം പിടികിട്ടത്തില്ല. മനസ്സിലായ? നല്ല സയൻറ്റിസ്റ്റിന് മാത്രമേ ഇത് പിടികിട്ടത്തുള്ളൂ. നല്ല സയൻറ്റിസ്റ്റ്. മനസ്സിലായി? സയൻസ് എന്താ ചെയ്യുന്നത്? മൈൻഡ് കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. നല്ല സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ സയൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റാണ്. അത്രയേ ഉള്ളൂ സയൻസ് കൊണ്ട്. സയൻസ് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ എൻ്റർടൈൻമെൻറ്റാണ്. ഇപ്പോൾ ഒരാൾ ക്രിക്കറ്റ് കളിക്കുന്നു, മനസ്സിലായി? ക്രിക്കറ്റ് കളിക്കുന്നത് അയാൾക്കൊരു എൻ്റർടൈൻമെൻറ്റാണ്. അതുപോലൊരു എൻ്റർടൈൻമെൻറ്റാണ് സയൻസ്. ഒരു വ്യക്തിക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്ന അവിടെ ഒരുപാട് വിചിത്രമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ വ്യക്തി കാണുന്നുണ്ട്. മനസ്സിലായി? അതൊരു റിയൽ വ്യക്തി സയൻറ്റിസ്റ്റ് ആയാലേ. ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ കളിക്കുന്നു, നമ്മളുടെ പണ്ടൊരു എന്തെന്നാണ് ശ്രീശാന്ത് അല്ലേ കളിക്കാൻ വന്നിട്ട് കിടന്ന് ദേഷ്യം പിടിക്കുന്നു. അത് കളിയല്ലല്ല. മനസ്സിലായ? കളിക്കാൻ പറഞ്ഞിടത്ത് എന്തിനാണ് അഗ്രസീവ് ആകുന്നത്? എന്തിനാണ്? കളിച്ചാൽ പോരെ. അതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് സച്ചിൻ തെണ്ടുൽക്കറും ശ്രീശാന്ത് എന്ന് പറഞ്ഞൊരു കളിക്കാരനല്ലേ, കേരളത്തിൽ ഭയങ്കര ക്രീസിൽ വന്നിട്ട് ദേഷ്യപ്പെടുകയും ഇതിൻ്റെ ആവശ്യമില്ല. അത് കളിയല്ലല്ല. അപ്പം മനസ്സിലായ? മറ്റൊരു ടീമിനെ തോൽപ്പിക്കുക എന്നുള്ളത് എന്തിനാണ്? കളിച്ചാൽ പോരെ. തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കളിക്കരുത് ഒരിക്കലും. മനസ്സിലായ? ഇത് സയൻസിൻ്റെ ഭാഗത്ത് ബാക്കിയുള്ളവരെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു പോകുന്നു. റിലീജിയൻ്റെ ഭാഗത്ത് എൻ്റെ മതമാണ് ശരി എന്ന് കിടന്ന് പാടുപെടുകയല്ലേ അവർ ചെയ്യണത്. എൻ്റെ മതം എനിക്ക് ശരിയാണ്, നല്ല കാര്യമല്ലേ? എൻ്റെ മതം എനിക്ക് ശരിയാണ്, അതിൽ ഒരു കുഴപ്പമില്ല. മനസ്സിലായി? അത് കൗതുകകരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം. അപ്പോൾ മൈൻഡ് എന്ന് പറയുന്നതിന് ഇന്ന കാര്യങ്ങൾ കാണിച്ചു തരാനേ പറ്റത്തുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മൈൻഡിനെ കൊണ്ട്. മൈൻഡിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഭാഗം മനസ്സിലാക്കണം. മൈൻഡ് കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നവരാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. മൈൻഡ് എന്താണ്? മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെമ്മറി സോണാണ്. നമ്മളിലുള്ള ഒരു മെമ്മറി സോണാണ്. കുറേ കാലങ്ങൾ ആയിട്ട് കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടതും വേണ്ടാത്തതെന്നൊക്കെ തോന്നുന്ന ചില കാര്യങ്ങൾ പല രീതിയിലും അതിന് മെമ്മറൈസ് ചെയ്യുന്നതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ വിഷമം, ബോഡിയിലെ ആഗണി ഉള്ള ആളുടെ മെമ്മറി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആഗണി റിലേറ്റഡ് ആയിരിക്കും. മനസ്സിലായി? ആ പ്രോമിനൻ്റായിട്ട് നിൽക്കുന്നത് ആഗണി റിലേറ്റഡ് മെമ്മറി ആയിരിക്കും. സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അതായിരിക്കും അയാളുടെ ഫേസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് വളരെ കംഫർട്ടബിളായിട്ട് വീട്ടിൽ ഇച്ചിരി പൈസയൊക്കെ ഉണ്ട്, നല്ലൊരു സമ്പന്നമായിട്ടുള്ളൊരു കുടുംബത്തിൽ ജനിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും മറ്റൊരാളുടെ പ്രോബ്ലം ഫേസ് ചെയ്യത്തില്ല. കാരണം അവൻ്റെ മെമ്മറി അങ്ങനത്താണ്. അവൻ്റെ കുഴപ്പമില്ല, അവൻ്റെ മെമ്മറി അങ്ങനത്താണ്. മനസ്സിലായി? ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ദാരിദ്ര്യമായിട്ടുള്ളൊരു വീട്ടിൽ നിന്ന് വന്ന കുട്ടി അവൻ്റെ ഉള്ളിൽ എപ്പോഴും സമ്പന്നനെ കണ്ടു കഴിയുമ്പോൾ ഇവൻ നാച്ചുറലി ഇവനോട് ഐസൊലേറ്റഡ് ഫീലിംഗ് ഉണ്ടാകും. അതിൻ്റെ മെമ്മറി അവന് കൊടുക്കുന്നതാണ്. കാരണം ഇത് മെമ്മറിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയാകുന്നത്. അതുകൊണ്ടാണ് സൊസൈറ്റിയിൽ വയലൻസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വയലൻസ് ഉണ്ടാകത്തില്ല. സൊസൈറ്റി ബ്യൂട്ടിഫുൾ ആകും. കാരണം മൈൻഡിൻ്റെ ക്യാപ്റ്റീവായിപ്പോയി എല്ലാവരും. നത്തിങ് ബിയോണ്ട് മൈൻഡ് അറിയത്തില്ല. ദർ ഇസ് ബിയോണ്ട് മൈൻഡ് എന്നുള്ള ഭാഗം അറിയത്തില്ല. അവിടെയാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത്. ദർ ഈസ് മച്ച് മോർ ദാൻ ദ മൈൻഡ്.
മൈൻഡിനെ നമുക്ക് ശാന്തമാക്കാൻ ഒരുപാടുമില്ല. മനസ്സിലായോ? മൈൻഡ് എന്ന് പറയുന്നത് മങ്കി മൈൻഡൊന്നും അല്ല. എല്ലാവരും പറയുന്ന മൈൻഡ് മങ്കി മൈൻഡാണ്, അതങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ്? അതിൽ വ്യക്തിയില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ മൈൻഡിനെ നമുക്ക് സിമ്പിളായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാം, ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? കാരണം മൈൻഡ് വെച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത് കൊണ്ടാണ് മൈൻഡ് ഭയങ്കര വലിയ ഇമ്പോസിബിൾ ടാസ്ക് തരുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ പക്കാ സിമ്പിളാണ്. സിമ്പിളാകണം ജീവിതം, അല്ലെങ്കിൽ സിമ്പിളായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ജീവിതം ഉണ്ടാകുന്നത്. പക്ക ഭയങ്കര രസമല്ലേ? ഇത് ഭയങ്കര രസമാണ്. നമ്മളിപ്പം ഒരു ഭാഗം മനസ്സിലാക്കണമെങ്കിൽ നമ്മളെങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്? ഇപ്പം ഇത് രണ്ടും ഒന്നാണ്, ഈ ഒബ്സർവറും ഒന്നാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ട്രാൻസെൻഡ് ചെയ്യാൻ വേണ്ടത്? ഹോട്ട് ആൻഡ് കോൾഡ്. ബോഡിയിൽ ഹോട്ട് ആൻഡ് കോൾഡാണ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ ചലിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പല സ്ഥലത്തും നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ബേസിക്കലി ഹോട്ട് ആൻഡ് കോൾഡാണ്. ചൂട് കൂടുമ്പോൾ നമ്മൾ തണുപ്പിലോട്ട് പോകും, തണുപ്പ് കൂടുമ്പോൾ നമ്മൾ ചൂടിലോട്ട് വരും. ഇതൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കിക്കേ. ഇതൊന്നും നമ്മൾ അവയർനെസ്സിൽ കൊണ്ടുവന്നേ. നമ്മൾ വീട്ടിൽ ഒരു മുറിയിലിരിക്കുന്ന, അങ്ങോട്ട് മാറിയിരിക്കുന്ന ഓരോ കാര്യം ചെയ്യുന്ന പലപ്പോഴും ഈ ടെമ്പറേച്ചർ വേരിയേഷനാണ്. പക്ഷെ നമ്മളിതൊരിക്കലും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് എന്തു പറ്റും? കുറച്ച് സമയം ഹോട്ട്നെസ്സിലിരിക്കും, പിന്നെ കുറച്ച് സമയം കോൾഡിലിരിക്കും. ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്ന ഭാഗത്തോട്ട് വന്നേ. രണ്ടും കൈകാര്യം ചെയ്യണം. അത് വെയിറ്റ്. ചില സമയത്ത് നമ്മൾ ഭയങ്കര ടയർഡാവും. അപ്പം നമ്മൾ പറയും ഒരു രക്ഷയില്ലടാ, ഭയങ്കര ബോറടിയാണ്. പക്ഷെ ആക്ച്വലി ബോഡി ടയേർഡായതാണ്. ബോറിങ് എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല. എനിക്ക് എൻ്റെ ബോഡിയിൽ റിച്ചായിട്ടുള്ള ലൈഫ് കണ്ടിന്യൂസ് ആയിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. ചില സമയത്ത് എന്താ ഭയങ്കര ജൂബിലിൻ്റ്, ഭയങ്കര രസമായിട്ട് അടിച്ച് പൊളിയടാ, തകർക്കാം, നമുക്ക് പോകാം. അവൻ മനുഷ്യ 1000 രൂപ ചോദിച്ചു, ഒരിക്കലും പൈസ കൊടുക്കാത്തവൻ 1000 രൂപ ചോദിച്ചാൽ അപ്പോഴെടുത്ത് കൊടുക്കും. മനസ്സിലായി? കാരണം ഇവന് ഭയങ്കര സ്പേസ് വന്നു. മനസ്സിലായി? ഇവൻ സ്പേസുമായിട്ട് കണക്റ്റായി. അപ്പോൾ ഇവനോട് 10 ലക്ഷം ചോദിച്ചാലും ഇവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അപ്പം എടുത്ത് കൊടുക്കും, ഒരു സംശയം വേണ്ട. എന്താ കാരണം? എന്താ? ഇവൻ്റെ ബോഡി ഫ്രീ ആയി. മനസ്സിലായി? ഇവൻ്റെ ബോഡി ടൈറ്റായിട്ടിരിക്കുമ്പോൾ, ഹെവി ആയിട്ടിരിക്കുമ്പോൾ ഇവന് ചെയ്യാവുന്ന കാര്യം പോലും ഇവൻ ചെയ്യത്തില്ല. കാരണം ഇതിങ്ങനെ ഈ ഒരു വിഷ്യ സർക്കിളിനകത്ത് കിടന്ന് കളിക്കുന്നതുകൊണ്ടാണ്. ഇത്രയേ ഉള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗത്ത് വരുന്ന ഹോട്ടും കോൾഡും നമ്മുടെ ലൈറ്റ്നെസ്സും ഹെവിനെസ്സും. ഇത് മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. കാരണം ഇത് രണ്ടും സ്ഥൂലമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി? ഇത് രണ്ടും സ്ഥൂലമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ സാധിച്ചാൽ, ആഹാ ഭയങ്കര രസമാണ്. അതെ, ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 14 ജോയിൻസിനെ പറയും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്വിച്ചിങ് ആണ് നടക്കുന്നത്. ചില സമയത്ത് ലെഫ്റ്റ് നോസ്ട്രലിൽ കൂടി ആയിരിക്കും ശ്വാസം കൂടുതൽ, ചില സമയത്ത് റൈറ്റ് നോസ്ട്രലിൽ കൂടി ആയിരിക്കും. ഇത് ഹോട്ട് ആൻഡ് കോൾഡിൻ്റെ ഡിഫറൻസാണ്. ഇത് ഹെവിനെസ്സും ലൈറ്റ്നെസ്സിൻ്റെ ഡിഫറൻസാണ്. രണ്ടും ഒരുപോലെ ആകുമ്പോൾ ഓക്കെ, ഗ്രാവിറ്റി സ്പേസുമായിട്ടുള്ള ബന്ധം വന്നു. അപ്പം നമുക്ക് അവയർനെസ് വന്ന്, അപ്പോഴാണ് നമുക്ക് അവയർനെസ് വരത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ഇമാജിനേഷനേ ഉള്ളൂ. മനസ്സിലായി? ഇമാജിനേഷനെ ട്രാൻസെൻഡ് ചെയ്യുന്നതാണ് അവയർനെസ്. മനസ്സിലായ? ഇമേജസിനെ നോക്കുന്നവൻ ഒരിക്കലും അവെയർ ആകത്തില്ല. മനസ്സിലായി? നമ്മൾ കാണുന്നവനെ കണ്ടു, അപ്പോഴാണ് അവയർനെസ് എന്ന് പറഞ്ഞ ഭാഗം വന്നത്. മനസ്സിലായി? കാണുന്നവനെ കണ്ടു, ആഹാ, അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമൊക്കെ വരും, തന്നെത്താൻ ഉന്മാദം വരും. അപ്പം ചിലവർ ചാടി എഴുന്നേറ്റ് ഓടും. മനസ്സിലായ? ഓടാൻ തോന്നും. കാരണം ഇത്രയും നാൾ ട്രാപ്ഡ് ആയിട്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് റിലീസായി. അതുകൊണ്ടൊരു ചാട്ടോ ഓട്ടോ ഒക്കെ ഉണ്ടാകും. കുറച്ച് നേരം ഇപ്പോൾ തളർന്ന് പിന്നെയും തലയും കുത്തി കിടക്കും. മനസ്സിലായി? ചില ബോധജ്ഞാനമൊക്കെ കിട്ടുന്ന ആൾക്കാർ, മനസ്സിലായ, ഇങ്ങനെ പീസായിട്ട് ബോധം കിട്ടും. മനസ്സിലായ? അങ്ങനെയാണത്. മനസ്സിലായ? ഇത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണം. മനസ്സിലായി? കണ്ടിന്യൂസ് ആയിട്ട് ബോധം കിട്ടണം. മനസ്സിലായി? പീസായിട്ട് കിട്ടിയിട്ട് കാര്യമില്ല, നമ്മുടെ പീസ് മുഴുവനും പോകും. മനസ്സിലായി? കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും. മനസ്സിലായി? അതുകൊണ്ടാണ് പല ആൾക്കാരും മഹാന്മാരായിട്ട് നിൽക്കുന്നത്. അവർക്ക് പീസായിട്ട് കിട്ടിയതേ ഉള്ളൂ. പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ സാധാരണ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങും.
മനസ്സിലായി? ദൈനംദിന ജീവിതത്തിൽ ഉള്ളതെല്ലാമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ഇൻട്രാക്ഷൻ പെർഫെക്റ്റ് ആവും. സർ, ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറയുന്നത് ഒരു ഔട്ട്സൈഡ് കണ്ടീഷൻ അല്ലേ? അല്ല അല്ലല്ല, ഔട്ട്സൈഡ് കണ്ടീഷനല്ല, അകത്തെ കണ്ടീഷനാണ്. നമ്മൾ ബ്രത്ത് എടുക്കുന്ന ഈ ലെഫ്റ്റ് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുമ്പോൾ ചൂട് ശ്വാസം, റൈറ്റ് മൂക്കിൽ കൂടെ ആകുമ്പോഴത്തേക്കും കോൾഡ് ശ്വാസം. നോക്കിക്കോ, എവിടെ ലെഫ്റ്റിലാണ് റൈറ്റിലാണ് ചൂടും കോൾഡും കാണാൻ പറ്റും. ഇതിൻ്റെ വേരിയേഷൻസ് ന്യൂട്രലൈസ് രണ്ടും ബാലൻസ്ഡ് ആയിട്ട് വരണം. എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും? നമുക്ക് ഇമേജസ് താല്പര്യം കുറക്കണം, മറ്റുള്ളതിനോടുള്ള താല്പര്യം കുറക്കണം. മറ്റുള്ളതിനോടുള്ള താല്പര്യം ഉള്ളിടത്തോളം കാര്യം ഇത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇമേജസ് ഉള്ളിലുണ്ടാകുമ്പോൾ നമ്മൾ ഹോണ്ടഡായി. മനസ്സിലായോ? നമ്മൾ ഹോണ്ടഡായി. ഞാനിപ്പോൾ ശരത്തിനെ തകർക്കാൻ വരികയും സത്യത്തിൽ ഞാൻ ആക്ച്വലി ശരത്ത് എന്നെ തകർത്തുകൊണ്ടിരിക്കുകയും ഇത് ഭയങ്കര രസമാണ്. ശരത്ത് എൻ്റെ ശത്രുവാണ്. ശരത്തിനെ തകർക്കണം. ഞാൻ ഭയങ്കര ബുദ്ധി കൊണ്ടിങ്ങനെ ആലോചിച്ച് ഞാൻ ഭയങ്കര സംഭവങ്ങളൊക്കെ കണ്ട് ശരത്തിനെ തകർത്തു. ശരത്ത് വിഷമിച്ച് എൻ്റെ മുമ്പിൽ അടിയുറ വെച്ച് ശരത്ത് പറഞ്ഞ സെബാസ്റ്റ്യൻ എന്നെ രക്ഷിച്ചേര് വിട്ടേര്, ഞാൻ ഇനി സെബാസ്റ്റിനെ എതിർക്കത്തില്ലെന്ന് പറയണ മോമെൻറ്റിൽ സത്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു. ശരത്ത് പറയണ് സെബാസ്റ്റ്യനായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യത്തില്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല, സെബാസ്റ്റ്യൻ പറഞ്ഞൊക്കെ ശരിയാണ് എന്ന് പറയുന്ന നിമിഷം ശരത്ത് ജീവിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതം കഷ്ടകാലത്തിലായി. പിടിയിട്ടേ, നമ്മൾ ജയിച്ചെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ സത്യത്തിൽ തോക്കാൻ തുടങ്ങി. പിന്നെ ജീവിതം പരാജയപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞു. ജയിച്ചു എന്ന് പറയുമ്പോൾ അഹങ്കാരം എന്ന് പറയുന്ന ഭാഗത്തോട്ടായില്ല. എൻ്റെ മൈൻഡാണ് ജയിച്ചത്. മനസ്സിലായ? ഞാൻ കുറേ ഐഡിയാസ് ഉണ്ടാക്കി വെച്ചതാണ് അവിടെ ജയിച്ചത്. എൻ്റെ ഐഡിയയാണ് ജയിച്ചത്, ഞാനല്ല ജയിച്ചത്. ഞാൻ ജീവിക്കുന്ന ഭാഗത്തില്ല. എന്തോ എൻ്റെ ഐഡിയാസാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്തത്. എൻ്റെ ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് എന്ത് കാര്യം ഇരിക്കുന്നു? ഒരു കാര്യമില്ല. മനസ്സിലായ? ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്ന ആളും ആക്ച്വലി അപ്പം ഇമേജസിൽ പെട്ടെടുക്കല്ലേ? ഇല്ല, പരാജയപ്പെട്ടെന്ന് പറഞ്ഞ ആൾക്ക് അയാളുടെ ബലം പിടുത്തം എല്ലാം വിട്ടുകൊടുത്ത് സത്യത്തിൽ അയാൾക്കൊരു റിലീഫുണ്ട് അവിടെ. മനസ്സിലായി? അത്രയും നാളത്തെ സ്ട്രഗിൾ അവിടെ തീർന്നു. അയാൾ സത്യത്തിൽ സ്വർഗത്തിലോട്ടായി. പക്ഷെ ഇയാളിത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ വീണ്ടും ഇത് തന്നെ എതിർക്കാൻ തുടങ്ങും. ഈ റിവെഞ്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ തൊട്ട് ഇവൻ പരാജയത്തിൻ്റെ ഭാഗം തുടരുകയല്ലേ? അല്ലേ? ഹലോ റിവെഞ്ച് പലപ്പോഴും പരാജയപ്പെട്ടവന്റെ ഉള്ളിൽ ജനിക്കുന്ന ഒരു ഭാഗം. അല്ലെങ്കിൽ റിവെഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റ് ഓഫ് കൺഫർമേഷനാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയുള്ള പോയിൻ്റാണ്. റിവെഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് നോക്കുക. ശരിയല്ല, ശരത്ത് പറഞ്ഞത് ശരിയല്ല, ഇത് കൺഫേം ചെയ്യാനുള്ള ഒരു പോയിൻ്റാണ്. എപ്പോൾ ഇത് കൺഫേംഡ് ആകുന്നു അപ്പോൾ റിവെഞ്ച് തീർന്നു. റിവെഞ്ച് സ്റ്റാർട്ട് ചെയ്യണം, പകരം വീട്ടണം. എന്ന് വെച്ചാൽ എനിക്കത് കൺഫേം ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവിടെ നിന്നല്ലേ നമുക്ക് പക തുടങ്ങുന്നത്. ഫ്ലോ കണ്ടിന്യൂസ് അല്ലാത്തതുകൊണ്ടല്ലേ പക വന്നത്, അല്ലേ? ഞാനിപ്പോൾ എന്നെ പറ്റിയിട്ടൊരു ഇമേജ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഇമേജിനെ തകർക്കുന്ന രീതിയിൽ മറ്റൊരാൾ പെരുമാറി. അപ്പം എൻ്റെ ഇമേജിനെ വീണ്ടും ബിൽഡ് ചെയ്ത് നിർത്തുക എന്നുള്ളൊരു ഭാഗത്ത് അല്ല, എൻ്റെ കണ്ടിന്യൂറ്റി, എൻ്റെ സെൻസിൽ കണ്ടിന്യൂറ്റി ഇല്ലാണ്ട് വന്നു. മനസ്സിലായി? ശരത്ത് പറയുന്ന കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ എനിക്ക് തുടരാൻ പറ്റുന്നില്ല.
അപ്പം ഞാൻ തെറ്റായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്ന എന്നിലാണ് അവിടെ സ്റ്റക്കായത്, മരണം സംഭവിച്ചത്. മരണമാണ് എന്നിൽ സംഭവിച്ചത്. മനസ്സിലായി? മരണമാണ് എന്നിൽ സംഭവിച്ചത്. എന്താണ് മരണം സംഭവിക്കുക? ഞാനെടുത്ത തീരുമാനമായിരുന്നു എൻ്റെ ജീവിതം. അല്ലാണ്ട് ജീവിതമല്ല അവിടെ സംഭവിച്ചത്. ഞാനെടുത്ത തീരുമാനം ജീവിക്കണമെന്ന് പറഞ്ഞതിന് കൊളാപ്സായി. പക്ഷെ ഇത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ബാധയിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. യെസ് അജിത്. നമസ്കാരം. ഇതൊരു ലോട്ടറി ടിക്കറ്റാണ്, മനസ്സിലായത്? അടിച്ച ലോട്ടറി ടിക്കറ്റാണ്. പക്ഷേ കറക്റ്റ് അക്കൗണ്ടിൽ കൊണ്ട് ഇട്ടാലല്ലേ ഇതിൻ്റെ കയ്യിലിരിക്കുന്ന അടിച്ച ലോട്ടറി ടിക്കറ്റാണ്. 20 കോടിയുടെ അടിച്ച ലോട്ടറി ടിക്കറ്റാണ് കയ്യിരിക്കുന്നത്. പക്ഷെ കാശെടുക്കണ്ടേ? കാശെടുക്കണ്ടേ? കാശെടുക്കണമെന്നുണ്ടെങ്കിൽ എവിടെ കൊണ്ടുചെല്ലാം? ആ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുചെല്ലാം. എന്നല്ലേ കാശ് നമുക്ക് അക്കൗണ്ടിലോട്ട് വരത്തുള്ളൂ, നമ്മുടെ അക്കൗണ്ടിലോട്ട് വരത്തുള്ളൂ. ടിക്കറ്റ് അടിച്ച ടിക്കറ്റാണ്. ഓക്കെ, നമ്മളെല്ലാവരും ലോട്ടറി അടിച്ചവരാണ് എല്ലാവരും. പക്ഷേ ഇത് അതിൻ്റെ കറക്റ്റ് സോഴ്സിൽ കൊണ്ട് കണക്ട് ചെയ്താലേ ഈ പറയുന്ന പൈസ എടുത്ത് ചിലവാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനൊരു പൂട്ടുണ്ട് ഇതിനകത്ത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പൂട്ട്. Given invitation to everyone, you can come up and fix the language, whether you want it in English, Hindi, Arabic or anything. ഞങ്ങളിവിടെ മലയാളത്തിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അടിച്ച ലോട്ടറി ടിക്കറ്റ് അതിൻ്റെ പൈസ എടുക്കണം, അല്ലേ? അതിൻ്റെ പൈസ എടുക്കണമെങ്കിൽ അതിൻ്റെ സോഴ്സിൽ ചെല്ലണം, അതിൻ്റെ കറക്റ്റ് സോഴ്സിൽ ചെല്ലാം. അല്ലെങ്കിൽ ചെന്നിട്ട് ശരത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അജിത്തിൻ്റെ അടുത്ത് ചെന്ന് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ ടിക്കറ്റ് എൻകാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലോട്ടറി എൻകാഷ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, അപ്പോഴാണ് നമുക്ക് ആ ടിക്കറ്റിൻ്റെ പ്രൈസ് മണി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അവിടെ തന്നെയല്ല. കേരള ലോട്ടറി ആണെങ്കിൽ കേരള ഗവൺമെൻറ് പറയുന്ന രീതിയിലുള്ള ഭാഗത്ത് തന്നെ ചെല്ലണം. എന്നാൽ മാത്രമേ ആ പൈസ നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലേ? എങ്ങനെയാണ് നമുക്ക് ലോട്ടറി ടിക്കറ്റ് അടിച്ചെങ്കിൽ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി, അങ്ങനെ പോസിബിളാണെന്ന് തോന്നുന്നല്ലേ? ബാങ്കിൽ കൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടാൽ മതി എന്ന് തോന്നുന്നു. ബാങ്കുകാരത് എടുത്തോളൂ, അല്ല? അങ്ങനെയല്ലേ? അതെ. ഓക്കെ. ഇതിപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതവും. നമുക്ക് ജീവിതം തന്ന ആരാണ്? നമ്മുടെ ജീവിതം തന്നെടുത്തോട്ട് നോക്കണം. അല്ലാണ്ട് അയൽവാസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ, അയൽവാസിയോടും അയലന്തരത്തുകാരനോടും അല്ലെങ്കിൽ സമൂഹത്തോടും ചോദിച്ചു കഴിഞ്ഞാൽ അവരാണ് ആ ജീവിതം തന്ന? അല്ല, ഇവരാരുമില്ല. സമൂഹമല്ല ജീവിതം തന്നത്. അതുകൊണ്ട് സമൂഹത്തിന് എന്ത് തരാൻ പറ്റും? സമൂഹത്തിന് സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധതയെ സമൂഹത്തിനുള്ളൂ. ജീവിതത്തിൻ്റെ സാധ്യത സമൂഹം ഒരിക്കലും തുറന്നു തരത്തില്ല. പറ്റാത്ത കൊണ്ടാണ് കേട്ടോ, മനസ്സിലായ? അമ്മയോടും അച്ഛനോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തരാൻ പറ്റും? അവർക്ക് തരാവുന്നതേ തരാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും തരാൻ പറ്റത്തില്ല. ജീവിതം അവർക്ക് തരാൻ പറ്റത്തില്ല. അമ്മയ്ക്കും അച്ഛനും ജീവിതം തരാൻ പറ്റത്തില്ല. അവരുടെ കയ്യിലില്ല ജീവിതത്തിൻ്റെ താക്കോല്. നമുക്ക് തരത്തക്ക രീതിയിലില്ല. നമ്മൾ തന്നെ അന്വേഷിക്കണം. അത് അനുഭവത്തിൽ പോകുമ്പോൾ ജീവിതം എന്താണെന്ന് അറിയുന്നതാണ് ജീവിതം.
അത് എന്താണെന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ അല്ലേ? അവിടെ വെച്ച് മരണമല്ലേ? ഓ ജീവിതം ഇതാണ്, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല അവിടെ. അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത്. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് ജീവിക്കുന്നവൻ്റെയാണ്, മരിച്ചവൻ്റെ അല്ല, മരിക്കുന്നവൻ്റെ അല്ല. ചില ആൾക്കാരൊക്കെ പല പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും പല മഹാന്മാരും മരണമാണ് ജീവിതമെന്ന് കൺക്ലൂഡ് ചെയ്ത്, ചിലവർ മോക്ഷമാണ് ജീവിതമെന്ന് കൺക്ലൂഡ് ചെയ്ത്. എന്നെ സംബന്ധിച്ചോളം ഈ ജീവിതം തുടരുന്നതാണ് എൻ്റെ ജീവിതം. എത്രത്തോളം ജീവിക്കാൻ പറ്റുന്നു അതാണ് എൻ്റെ ജീവിതം. അത് അനുഭവിച്ച് പറയും. അത് ഈ സദ്ഗുരുവിന്റെ കുറിച്ചൊക്കെ ഞാൻ കേൾക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്നു ഈ പറയുന്നത്. അതെ, നമ്മൾ ജീവിക്കുന്ന ഭാഗം തുടരുന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം തുടരാൻ പറ്റുന്നു, അതിലല്ലേ അതിൻ്റെ വൈഭവം, അതിൻ്റെ സവിശേഷതകൾ തെളിഞ്ഞു വരുന്നത്. ആരെങ്കിലും ഇപ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞു, അതുകൊണ്ട് അത് സെബാസ്റ്റ്യൻ്റെ ജീവിതമാണ്. അത് സെബാസ്റ്റ്യൻ്റെ ജീവിതമാണ്. അജിത്തിൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് അജിത്താണ് നിശ്ചയിക്കുന്നത്. സെബാസ്റ്റ്യന് ഒരിക്കലും അജിത്തിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് പറയാനുള്ള യാതൊരു റൈറ്റും ഇല്ല. അജിത്ത് തന്നെ കണ്ടെത്തണം. മനസ്സിലായ? അജിത്ത് സഹകരിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവിതത്തിൻ്റെ സാധ്യത എങ്ങനെയാണെന്ന് അവർ തിരിച്ചറിയണം. സെബാസ്റ്റ്യന് ഒരിക്കലും അത് ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള യാതൊരു അതോറിറ്റിയും സെബാസ്റ്റ്യനിലില്ല. സെബാസ്റ്റ്യൻ ലൈഫിൻ്റെ റൂളറല്ല. സെബാസ്റ്റ്യൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാണ്, റൂളറല്ല. മനസ്സിലായി? സെബാസ്റ്റ്യൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാണ്. അത്രേ സെബാസ്റ്റ്യനെ കൊണ്ട് പറ്റത്തുള്ളൂ.